ദൈവിക ഇടപെടലുകൾ ജീവിതത്തിൽ അനുഭവങ്ങളാവട്ടെ. അനുഭവങ്ങൾ കൂടുതൽ വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ. അങ്ങനെ ആ വെളിച്ചത്തിലൂടെ കൂടുതൽ വിശ്വാസത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരട്ടെ. ഇറ്റ്സ് ഗോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കൊച്ചു കൊച്ചു വാക്കുകളിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിത മാതൃകകളിലൂടെയൊക്കെ നമ്മൾ ദൈവത്തെ ഓരോ നിമിഷവും പ്രഘോഷിക്കണം. നമ്മൾ പ്രഘോഷണത്തിന്റെ വക്താക്കളാകേണ്ടവരാണ്. അതിന് നമ്മുടെ ഉള്ളിലൊരു കുറച്ച് ധൈര്യമൊക്കെ വേണം. ഒത്തിരി ദൈവസ്നേഹവും വേണം. ഒത്തിരി ദൈവസ്നേഹത്തോടെ ധൈര്യത്തോടെ കർത്താവിനെ പ്രഘോഷിക്കാനും ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് നമ്മളോട് പറയാനും കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നമ്മുടെ കൂടെ ഈ ഒരു കുടുംബം ഉണ്ട്. ഒത്തിരി ഒത്തിരി നന്ദി നിങ്ങളിവിടെ വന്നതിന്. നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താവോ അങ്കിളെ? എൻ്റെ പേര് കുര്യൻ എന്നാണ്. ഞാൻ പാലൂരാണ് താമസിക്കുന്നത്. 47 കൊല്ലം ജോലി എടുത്ത പിന്നെ ഞാനിപ്പോൾ റിട്ടയർഡ് ലൈഫായിട്ട് പാലൂര് വന്ന് താമസിക്കുകയാണ്. അങ്ങനെ ഇപ്പം നല്ല വിശ്രമ ജീവിതം. അങ്കിള് എനിക്ക് തോന്നുന്നു ഒരു ബുദ്ധിജീവി കൂടെയാണല്ലേ? IIT IIM ഒക്കെ പഠിച്ച് കുറെ കൊല്ലങ്ങൾ മുമ്പാണ്. പക്ഷെ ഞാൻ IIT ഗ്രാജുവേറ്റ് ആണ്, IIT മദ്രാസിന്ന് ആൻഡ് IIM അഹമ്മദാബാദിന്ന് പാസ്സായിട്ടുള്ളതാണ്. പക്ഷെ ദാറ്റ് ഹെൽപ്പ് മീ ഇൻ മൈ കരിയർ, നോട്ട് നെസസറിലി ഇൻ മൈ ലൈഫ്. That is part of career and job. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതൊന്നും അത്ര എഫക്റ്റീവ് അല്ല. ഇറ്റ് മേക്സ് ലൈഫ് ഈസിയർ ഫ്രോം ഗെറ്റിംഗ് വർക്ക് ആൻഡ് വർക്ക് ലൈഫ്. ആന്റി? എൻ്റെ പേര് സോഫി എന്നാണ്. ഞാൻ ഹൗസ് വൈഫാണ്. ജോലി ചെയ്തിട്ടില്ല. അങ്ങനെ പിള്ളേരെ വളർത്തി അങ്ങനെ ഹൗസ് വൈഫായിട്ട് ജീവിച്ചു. അങ്ങനെ നല്ല സപ്പോർട്ടായിരുന്നു. 3 മക്കള് അല്ലേ? മൂത്ത മോൻ അമേരിക്കയിലാണ്, സോൾട്ട് ലേക്ക് സിറ്റിയിൽ. ഭാര്യയും 2 പിള്ളേരും. രണ്ടാമത്തെ മോൻ ബാംഗ്ലൂര്. അവർക്ക് ഒരു മോളും ഭാര്യയും കൂടി ബാംഗ്ലൂര്. ഇളയ മോൻ ആംസ്റ്റർഡാമിൽ. അവർക്കൊരു മോൻ വൈഫും കൂടി അവിടെ താമസിക്കും. അങ്ങനെ സന്തുഷ്ട കുടുംബം. നിങ്ങളുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞൊരു എപ്പിസോഡ് മുഴുവനും നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ നിങ്ങളുടെ ഫുൾ റിപ്പോർട്ട്സ് മുഴുവനുണ്ട്. ആന്റിക്ക് യൂറിനിലെ ബ്ലഡ് കണ്ടു. അങ്ങനെ ചെക്ക് ചെയ്തു. ആദ്യം എനിക്ക് തോന്നുന്നു അൾട്രാസൗണ്ട് ചെയ്തു. പിന്നെ ഒരു CT സ്കാൻ ചെയ്തു. പിന്നെ ഒരു PET സ്കാനും ചെയ്തു. അതില് കൺക്ലൂഷൻ റൈറ്റ് കിഡ്നിയുടെ കോർട്ടെക്സിൽ ഒരു ഗ്രോത്ത് ഉണ്ട്. അതിൽ നിന്നാണ് ബ്ലീഡിങ് വരുന്നത്. അപ്പോൾ ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ റൈറ്റ് കിഡ്നി എടുത്ത് കളയുന്നതാണ് നല്ലത്. ലെഫ്റ്റ് കിഡ്നി പെർഫെക്റ്റ്ലി ഗുഡ് ഷേപ്പ്. അപ്പോൾ ഒരു കിഡ്നി കൊണ്ട് നമ്മുടെ ലൈഫ് നോർമലായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ബട്ട് ബിഫോർ റിമൂവിങ് ദ കിഡ്നി ദേ ആസ്ക്ഡ് us to take another opinion from a doctor in അമൃത ഹോസ്പിറ്റൽ. ആദ്യം നിങ്ങൾ അമലയിൽ പോയി, പിന്നെ ശേഷം അമൃതയിൽ പോയി. അവിടുന്ന് ഞങ്ങൾ ഓപ്പറേഷൻ വേണമെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിലും പോയി. അവിടെ ടെസ്റ്റൊക്കെ റിപ്പീറ്റ് ചെയ്തില്ല. ബിക്കോസ് ഇതിൻ്റെ CDs ഒക്കെ ചെക്ക് ചെയ്തിട്ട് അവർ ഒപ്പീനിയൻ വാസ് ദ സെയിം, ദാറ്റ് ദ റൈറ്റ് കിഡ്നി ഹാസ് ടു ബി റിമൂവ്ഡ് ആൻഡ് പോസിബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് ക്യാൻസറസ് ഡിഡ് എക്സിസ്റ്റ്. ആ സ്റ്റേജിലാണ് ഞങ്ങൾ റിമൂവ് ചെയ്യാനുള്ള ഡിസിഷൻ ആസ്റ്ററിൽ ചെയ്തു.
Aster was chosen because they had a good surgical procedure, robotic surgical procedure with laparoscopic operation. So the healing was... സജസ്റ്റ് ചെയ്തത് ആന്റിയുടെ സിസ്റ്ററിന്റെ സണ്ണിലാണ് ഡോക്ടർ ആൽവിൻ. ഓക്കെ, അപ്പം അദ്ദേഹമാണ് ഇത് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ നിങ്ങൾ പോവാനായിട്ട് ആസ്ട്രി പോയി ഒരു പ്രാവശ്യം നിങ്ങളൊരു ചെക്കപ്പ് നടത്തി, എന്നിട്ട് പിന്നീട് സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആവുക അല്ലേ? അപ്പം ഡോക്ടർ ആൽവിൻ ഈ ഒരു സമയത്ത് ഹി വാണ്ട്സ് ടു ഷെയർ സംതിങ്. അപ്പം നമുക്ക് കേൾക്കാം. എൻ്റെ അമ്മായി സോഫി കുര്യൻ കഴിഞ്ഞ മെയ് മാസം ആരംഭത്തിൽ മൂത്രത്തിലൂടെ രക്തം പോകുന്ന ഒരു കംപ്ലൈൻറ്റുമായിട്ടാണ് എന്നോട് വിളിച്ചു ചോദിക്കുന്നത്. അതിൻ്റെ രോഗനിർണയത്തിനായി തൃശ്ശൂർ തന്നെ ഉള്ള ആശുപത്രിയിൽ അൾട്രാസൗണ്ട് സ്കാനും CT സ്കാനും ചെയ്യുകയുണ്ടായി. അതിനകത്ത് കിഡ്നിയുടെ അകത്ത് ഒരു മുഴയുള്ളതായിട്ടാണ് ടെസ്റ്റുകളുടെ ഫലം പുറത്തു വന്നത്. അതിന് കൺഫർമേഷനായി പെറ്റ് സ്കാനും എടുക്കുകയുണ്ടായി. അതിലും ഒരു ക്യാൻസർ പോലെയുള്ള ഒരു മുഴയാകാനുള്ള സാധ്യതകളാണ് കാണിച്ചത്. തുടർന്ന് അതിൻ്റെ ചികിത്സയുടെ ഭാഗമായി ആ കിഡ്നി എടുത്തു മാറ്റണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഡോക്ടർമാരെല്ലാം എത്തിയത്. അതിനായി എറണാകുളത്തുള്ള ഒരു എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു പ്രമുഖ ആശുപത്രിയിലോട്ട് അമ്മായിയെ മാറ്റുകയാണ് ഉണ്ടായത്. അവിടെ ചെന്ന് ഇതിൻ്റെ ടോട്ടൽ കൺഫർമേഷന് വേണ്ടിയിട്ട് മൂത്രനാളിയിൽ കൂടെ തന്നെ ഈ ട്യൂമർ കാണാനുള്ള യൂറിട്രോസ്കോപ്പി എന്നുള്ള ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് കാര്യമായ ഒരു തടിപ്പോ മുഴയോ കാണപ്പെടുകയുണ്ടായില്ല. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള മുഴകൾ സ്കാനിലെല്ലാം പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ അത് ഓപ്പറേഷൻ സമയത്ത് ഒരു 95% ക്യാൻസറായിട്ട് തന്നെ വരികയാണ് പതിവ്. എന്നിരുന്നാൽ ഈ കേസിൽ നമുക്ക് മൂത്രവാഹിനിക്കുള്ളിൽ കയറി നോക്കുമ്പോൾ പ്രത്യേകിച്ച് മുഴകളൊന്നും കണ്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. തുടർന്ന് അതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ലാപ്രോസ്കോപ്പിക്കലി കിഡ്നിയുടെ ആ ഭാഗത്ത് നിന്ന് ഒരു കഷ്ണം പരിശോധനയ്ക്കായി ബയോപ്സിക്ക് എടുത്തിരുന്നു. ആൻഡ് അതിൻ്റെ റിസൾട്ട് ദൈവകൃപയാൽ നെഗറ്റീവായിട്ടാണ് വന്നത്. ആയതിനാൽ തന്നെ ആ കിഡ്നി പിന്നീട് എടുക്കേണ്ടി വന്നില്ല. തുടർന്ന് രോഗിക്ക് പിന്നീട് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവാതിരിക്കുകയും ഇപ്പോൾ ആരോഗ്യവതിയായി ഇരിക്കുകയും ചെയ്യുന്നു. ദൈവകൃപയാൽ എന്ന് ഡോക്ടർ എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവകൃപയാൽ സംഭവിച്ച ഒരു കാര്യം. ഇടയില് ഇങ്ങനെ എന്ന് വെച്ചാ ക്യാൻസറസ് ആയുള്ള ഒരു മുഴയുണ്ട്, എന്നിട്ട് അവിടെ ചെന്ന് സർജറിക്ക് ചെയ്യുമ്പോൾ ഒന്നുമില്ല. അതെ, അതിന് മാത്രം എന്താ സംഭവിച്ചത്? ഞങ്ങള് ശരിക്കും ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി കഴിഞ്ഞ് ഒരു ഫ്രൈഡേ ആണ് ഞങ്ങൾ ആസ്റ്ററിൽ പോയത്. സാറ്റർഡേ എൻ്റെ അനുജത്തി പറഞ്ഞു നമുക്ക് കൃപാസനം വരെ ഒന്ന് പോയിട്ട് വരാം. കൃപാസനത്തിൽ പോകാനേ അപ്പം എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ദൂരം അതൊക്കെ കാരണം പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവള് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോകാൻ തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇവിടുന്ന് കൃപാസനത്തിൽ പോയി മാതാവിനെ കണ്ടു പ്രാർത്ഥിക്കാം. ആകെ ടെൻഷനായിരുന്നു. എല്ലാം ക്യാൻസറസ് ആണെങ്കിൽ അതിൻ്റെ കീമോവും സാധനങ്ങളെല്ലാം അതിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ടെൻഷനൊന്നും ആരെയും കാണിക്കാനും പറ്റില്ല. അതങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മാതാവിനോട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ നിറച്ചും ആൾക്കാരാണ്, ഭയങ്കര ആൾക്കാരാണ്. അപ്പം അച്ഛനെ ഒന്നും കാണാൻ പറ്റില്ല. അവിടെ ഞാനവിടെ അച്ഛനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കാത്ത കാരണം എനിക്ക് കാണാൻ പറ്റില്ല. അനുജത്തി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത് കാരണമാണ് ഞങ്ങൾ അവിടെ പോകാൻ കാരണം ഉണ്ടായത്. അവിടെ ചെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് കിഡ്നി എടുത്ത് മാറ്റുന്നതിൽ അത്ര വിഷമം ഇല്ല, പക്ഷെ ഒരു സൈഡ് എഫക്റ്റും തരരുത് മാതാവെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ചു. അമ്മയുടെ തിരുക്കുമാരനോട് പറഞ്ഞ് എനിക്ക് നീ സൗഖ്യം തന്നാലേ പറ്റുള്ളൂ, അത് എനിക്ക് ശരിയാക്കി തരണം. അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അഡോറേഷൻ ചാപ്പലുണ്ട് അവിടെ. ഞാൻ അവിടെ ഇരുന്നു. അഞ്ചെത്തി പോയി വേറെ അവിടെയൊക്കെ അവരോടൊക്കെ ചോദിച്ചിട്ടൊക്കെ വന്നു. ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇനിയും ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ ഹോസ്പിറ്റലിലെ ഒരു റെക്കോർഡും ഞങ്ങൾ കൊണ്ടുപോയില്ല അച്ഛനെ കാണിക്കാനോ അവിടുത്തെ ആൾക്കാരെ കാണിക്കാനോ. അത് പ്രാർത്ഥിച്ചിട്ട് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ പറ്റുമായിരിക്കും, അതറിയാൻ പാടില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് വരണ വഴിക്ക് ഞങ്ങൾ ആകെ ടെൻഷനല്ലേ, ഇനിയിപ്പോൾ എന്താ വെച്ചത്, ഈശോ മാത്രം നമ്മളുടെ കൂടെ, നമ്മുടെ പ്രാർത്ഥന വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും. അപ്പം ഞങ്ങൾ പ്രാർത്ഥന കൊന്ത എത്തിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത്.
കാറിൽ ഞങ്ങൾ കൊന്ത എത്തിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അപ്പം അവള് സുഖമില്ലാന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവള് ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ. അപ്പം അവർ ഉപ്പ് അപ്പം എനിക്ക് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് അത് കുടിക്കുന്നു പറഞ്ഞിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഉപ്പ് എനിക്ക് തന്നു. എനിക്കും വിശ്വാസമായിരുന്നു ഭയങ്കരമായിട്ട്. മാതാവിനെ കണ്ടു വന്നതോടുകൂടി കുറച്ചും കൂടി വിശ്വാസമായി. ഞാൻ വളരെ റിലീജിയസ് ആയിട്ട് തന്നെ ആ വെള്ളം കുടിച്ചു. അത് വെള്ളം കുടിച്ച് ഞങ്ങൾ സാറ്റർഡേ ആണ് കൃപാസനത്തിൽ പോയിട്ട് വന്നത്. സൺഡേ ഞങ്ങൾ പാലിയൂർക്ക് പോയി. പാലിയൂർ പോയി മൺഡേ ആയപ്പോഴേക്കും യൂറിനിൽ ബ്ലഡ് കുറഞ്ഞു തുടങ്ങി. ട്യൂസ്ഡേ ആയപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡ് നിന്ന് യൂറിൻ ഇത്രയും ദിവസങ്ങളിൽ ഭയങ്കര നല്ല ബ്ലഡായിരുന്നു യൂറിൻ്റെ അകത്ത്. എപ്പോൾ യൂറിൻ പാസ് ചെയ്ത് നല്ല ബ്ലഡായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബ്ലഡ് ഇല്ലാന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു റിലീഫ്, ഒരു ആശ്വാസമായി. അത് ഇവിടെ വന്ന് ഡോക്ടർ ബുധനാഴ്ച അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, വൈകുന്നേരം ഡോക്ടർ കാണാൻ വന്നു. 1-ാം തീയതി അഡ്മിറ്റ് ചെയ്യണം, 2-ാം തീയതി ഓപ്പറേഷൻ എന്നാണ് ആസ്റ്ററിൽ പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിഷൻ ഇപ്പോൾ ഡോക്ടർ വൈകുന്നേരം വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂറിനിൽ ബ്ലഡ് ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതങ്ങനെ ഡിസപ്പിയർ ഒന്നും ആവില്ല, ദാറ്റ് തിങ് വിൽ ബി ദെയർ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞു ഡോക്ടർ പോയി. പിറ്റേ ദിവസം എന്നെ ഓപ്പറേഷന് പോയി. പോകുമ്പോൾ എനിക്ക് പള്ളിയിൽ പോയി കുർബാന കാണാൻ പറ്റാത്ത ദിവസങ്ങളിലെല്ലാം സെൻറ്റ് ആൻ്റണീസിൻ്റെ പള്ളിയുണ്ട് കൊരട്ടിയിൽ, സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ഉണ്ട്. ആ പള്ളിയിലെ ഓൺലൈനിലെ കുർബാന എപ്പോഴും എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പോകും. എങ്ങാനും പറ്റാത്ത ദിവസങ്ങളിലൊക്കെ സെൻറ്റ് ആൻ്റണീസ് പള്ളിയിലെ കുർബാനയെ കാണുന്നത്. അപ്പം ഓപ്പറേഷന് പോകണമെന്ന കാലത്തും ഞാൻ കുർബാന കണ്ടിട്ടാണ്. ഓപ്പറേഷൻ്റെ അന്ന കാലത്ത് ഞാൻ പള്ളിയിലേക്ക് വിളിച്ച് പറയുകയും ചെയ്തു, ഇന്ന് എനിക്ക് ഓപ്പറേഷനാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന്. ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. ഈ ഓൺലൈനിൽ കോവിഡിൻ്റെ സമയത്ത് ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാ കഴിയുന്ന ദിവസങ്ങളിലും മുഴുവനും അവിടുത്തെ പ്രാർത്ഥനയും ചൊവ്വാഴ്ച ദിവസത്തുള്ള നൊവേനയൊക്കെ ഞാൻ കൂടാറുണ്ട് ഓൺലൈനിൽ. അങ്ങനെ പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് ഓപ്പറേഷന് പോയപ്പോൾ 91-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് പോയത്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്ന് പതുക്കെ ഓർമ്മ വന്നപ്പോൾ ഡോക്ടർ എന്നെ തട്ടിയിട്ട് പറഞ്ഞു, ചേച്ചി ആൻറ്റിയുടെ കിഡ്നി മാറ്റിയിട്ടില്ല എന്ന്. അപ്പം എനിക്ക് ഭയങ്കര അതിശയായി. ഞങ്ങൾ ഓപ്പറേഷന്റെ സമയത്ത് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് യൂത്രോസ്കോപ്പിക്കോടെ ഒന്ന് നോക്കണം, ഇത് ഫിസിക്കലായിട്ട് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്താൽ പോരെന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ അഷ്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാരും പുറത്ത് വെയിറ്റ് ചെയ്യും. 2 മക്കൾ എത്തിക്കഴിഞ്ഞു. അമേരിക്കയിൽ കുറച്ചും കൂടി സമയമെടുക്കും എത്താനായിട്ട്. അപ്പോ ഈ ഓപ്പറേഷന് കയറ്റുമ്പോൾ ആസ്റ്ററിൽ ഒരു ബോർഡും അങ്ങനെ എല്ലാ സ്റ്റേറ്റസും വരും. പേഷ്യന്റെ പേരും എപ്പോഴാണ് അനസ്തീസിയ കൊടുത്തത്, എപ്പോഴാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നൊക്കെ സ്റ്റേറ്റസ് വരും. അപ്പോൾ സോഫിന ഓർമ്മപ്പെടുത്തി ടേക്കിൻ ടു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വന്നപ്പോഴാണ് ഇത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ തീരുമാനിച്ച് അവിടെ ഇരുന്നു. ഈ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഡോക്ടർ ഈ ഗൗണും എല്ലാം ഇട്ടിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഫസ്റ്റ് he said that I have not seen any tumor. There are some marks of bleeding, but there is no tumor. So I think we should change our plans. അപ്പം എന്നോട് അവർക്ക് ഈ ഓപ്പറേഷൻ അതുവരെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, മാർക്കൊന്നും ചെയ്തിട്ടില്ല. എന്നോട് പറഞ്ഞു, we will operate, do all the incisions and we'll do an on-organ sonogram. That will show whether there is any tumor inside the kidney. So I agreed. Doctor went back. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വന്നു, there is no tumor in the kidney either in the inside or the outside. No. എല്ലാം നോക്കി. It's a big relief. പിന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്തു, നമുക്കിപ്പോൾ ആ ബ്ലഡ് സാമ്പിൾസ് കാണുന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊരു ടിഷ്യൂ സാമ്പിൾസ് എടുത്തിട്ട് we can check for biopsy. And we agreed to that.
and it appears you can do an intraoperative biopsy at that time. It takes about an hour, and she's unconscious at that പെട്ടെന്ന് time. കിട്ടും അതിന്റെ റിസൾട്ട് അല്ലേ? So they did that biopsy. We have a report of that, and they said that it is not malignant, it is benign. So ഒരു നെഗറ്റീവ്. negative report. So he said there is no point in removing the kidney because we can save the kidney. So his actual words were, they have dodged the bullet. Because such an impossible thing had happened that we had come out of it. നമ്മുടെ ബുദ്ധിക്ക് എന്ന് ചിന്തിക്കുമ്പോൾ ദിസ് ഇസ് It's ഇമ്പോസിബിൾ. impossible. അതെ, ആന്റി എനിക്കൊന്ന് ആന്റി ചെന്ന് മാതാവിന്റെ അടുത്ത് പറഞ്ഞ മറ്റ് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാക്കരുതേ ഇതുകൊണ്ട് എന്നുള്ളതാ. പക്ഷെ നമ്മള് ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കുന്ന ഒരു കർത്താവാണ്. കർത്താവ് മാതാവും. അതെ, അതുകൊണ്ട് കർത്താവ് അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ചെത്തി മാറ്റി. അപ്പം പിന്നീട് ഈ റിസൾട്ട് എല്ലാം വന്നു, ബയോപ്സിയുടെ ഇതെല്ലാം വന്നു. They said at the end of the operation, they said we are going to close up now. So she will ഓപ്പൺ ചെയ്തു. open ചെയ്തു. Incisions were made. And then we said we are going to close up. We are not removed the kidney. And the biopsy is also negative. And there is no tumor inside the kidney either. She can go back home in a couple of days' time. കാണാം, ഇതിനകത്ത് ഞാൻ റിപ്പോർട്ട് വായിച്ചായിരുന്നു. ഈ പറഞ്ഞ ഒരു ക്ലീൻ ചിറ്റ്. ശരിക്കും ആസ്ട്ര എന്നുള്ളൊരു ഇതുണ്ടല്ലോ, നിങ്ങളുടെ ഡിസ്ചാർജ് സമ്മറി ഉണ്ടല്ലോ, സോഫി കുര്യൻ 67 ഇയർ ഫീമെയിൽ, ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പുറത്തിറങ്ങുകയാണ് 2 കിഡ്നിയുമായിട്ട് തന്നെ. ഒരു 15 days കഴിഞ്ഞിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So we stayed back at Alua flat, and we planned to go back to the hospital after 15 days. In the meantime, she went back to Kripasanam to say thank you. താങ്ക് യു പറയാം മാതാവിനോട്. അച്ഛൻ പറഞ്ഞിരുന്നു അല്ലേ നിർബന്ധമായിട്ടും ഒരു സാക്ഷ്യം പറയണം എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു. അപ്പം എൻ്റെ സിസ്റ്റർ-ഇൻ-ലോസ് എല്ലാവരും കൂടി ഞങ്ങൾ പോയി, എല്ലാവരും അവിടെ ഉടമ്പടി എടുത്തു. എന്നിട്ട് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങിപ്പോകും. എൻ്റെ പേര് സോഫി കുര്യൻ. ഞാൻ പാലിയൂർ ഇടവയെന്ന് വരുന്നു, തൃശ്ശൂർ. എനിക്ക് മൂത്രത്തിൽ ബ്ലഡ് പോവുകയായിരുന്നു. ഞാൻ അവിടെ ഉടനെ രക്തം കണ്ട ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ സ്കാൻ എല്ലാം ചെയ്തു. ഡോക്ടർ പറഞ്ഞു റൈറ്റ് കിഡ്നി എടുത്തു മാറ്റണം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ സിസ്റ്ററിൻ്റെ കൂടെ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവേ, എനിക്ക് കിഡ്നി മാറ്റുന്നതിൽ വിഷമമില്ല, പക്ഷേ അതിനൊരു സൈഡ് എഫക്റ്റ് മാതാവ് തരരുത്, എനിക്കത് താങ്ങാൻ പറ്റില്ല. മാതാവിൻ്റെ തിരുക്കുമാരനോട് എന്തു വേണമെങ്കിലും പറഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കാനും പറ്റണില്ല. മാതാവ് പറഞ്ഞ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നാലേ പറ്റുള്ളൂ എന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇവിടെ നിന്ന് പോയി. അച്ഛനെ ഒന്നും കാണാൻ പറ്റിയില്ല, പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് പോയി. എൻ്റെ അനുജത്തി എനിക്ക് ഉപ്പ്, ഇവിടുത്തെ ആശീർവദിച്ച് ഉപ്പ് തന്നു. ആ ഉപ്പ് വെള്ളത്തിലിട്ട് കുടിച്ചു. ഒരു ശനിയാഴ്ചയാണ് ഇവിടെ വന്നത്. ഞായർ തിങ്കളാഴ്ച ആയപ്പോഴേക്കും യൂറിനിലെ ബ്ലഡ് കുറവായി തുടങ്ങി. ചൊവ്വാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നിന്നു. ഞങ്ങൾ ആ 1-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഓപ്പറേഷന് വേണ്ടിയിട്ട്. 2-ാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ്റെ സമയത്ത് റോബോട്ടിക് സർജറിയാണ് ചെയ്യാൻ. തീർച്ചയായും റോബോട്ടിക് സർജറിക്ക് എന്നെ ഓർമ്മ കെടുത്തി. എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ വന്ന് പറഞ്ഞു ട്യൂമർ അവിടെ കാണാനില്ല. ട്യൂമർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ഉണങ്ങിയ പൊറ്റ മാത്രമേ ഉള്ളൂ. ഒന്നും ഇപ്പോൾ കിഡ്നി മാറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ ഉണങ്ങിയ പൊറ്റ എടുത്തിട്ട് ഡോക്ടർ ബയോപ്സി ചെയ്തു. ആ ബയോപ്സിയിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കിഡ്നി മാറ്റാണ്ട് എനിക്ക് അമ്മ മാതാവ് പൂർണ്ണ സൗഖ്യം തന്ന് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ വളരെ സംഭവബഹുലമായിട്ട്. അതെ, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ദൈവം അനുഗ്രഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് തന്നു. ഈ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആള് കൃപാസനത്തിലേക്ക് കൊണ്ടുപോയ ആള് അനിയത്തിയാണ് ടെസി. അപ്പം ടെസി ആന്റിയുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും. പിന്നെ ഒരു ദിവസം ഫോൺ ചെയ്തപ്പോൾ ചേച്ചിക്ക് ശബ്ദം മാറിയിരിക്കണു. ഞാൻ ചോദിച്ചു എന്നാ പറ്റി ചേച്ചിന്ന് ചോദിക്കുമ്പോൾ ചേച്ചി പറഞ്ഞു
ചേച്ചി പറഞ്ഞു സുഖമില്ലാടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ പറ്റിയേ? അപ്പോൾ പറഞ്ഞു എൻ്റെ കിഡ്നിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് പറയണു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം, പെട്ടെന്ന് എന്താ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു യൂറിനിൽ ബ്ലഡ് കാണുന്നു, അപ്പോൾ കിഡ്നിയിൽ ഗ്രോത്താന്ന് പറയണു. ഞങ്ങൾക്ക് ആകെ ടെൻഷനായി, സങ്കടമായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ട് ഞങ്ങൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഡോക്ടർ ഞങ്ങളോട് ഇവിടെ ഓപ്പറേഷൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇത് ഒരു ചൊവ്വാഴ്ച പോയി ആസ്റ്റർ മെഡിസിറ്റിയിൽ ഒരു ഫ്രൈഡേ ചെന്നു. അവിടെ വെള്ളിയാഴ്ച ചെന്നപ്പോൾ ഞങ്ങൾ അവിടെയും ഡോക്ടറിനെ കണ്ടു. ഡോക്ടറും പറഞ്ഞു ഇത് ഗ്രോത്ത് തന്നെയാണ്, കിഡ്നി മാറ്റണം, നമുക്ക് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ചേച്ചിയുടെ 3 മക്കളാണ്, ആൺപിള്ളേരാണ് 3 എല്ലാവരും വലിയ പിള്ളേരാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടവും ടെൻഷനൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഇത് മാറ്റാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെയ്യാൻ ചാൻസസ് വളരെ കുറവാണ്, അങ്ങനെ പറ്റാൻ ചാൻസസ് കുറവാണ്, ഏതായാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം, ഓപ്പറേഷൻ്റെ അന്ന് ഈ ടെസ്റ്റുകൾ ഒന്നും കൂടെ നമുക്ക് ചെയ്യാം അപ്പോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സമാധാനമായിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ വീട്ടിലെത്താറായപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി നമുക്കൊന്ന് കൃപാസനത്തിൽ പോവാം, എനിക്ക് കൃപാസനത്തിൽ നിന്ന് ഒത്തിരി അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഏതായാലും ഞങ്ങൾക്ക് അവസരം കിട്ടി. അപ്പോൾ ഞങ്ങളങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഈ കൃപാസനത്തിൽ ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്തോളം ചേച്ചി ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടൊന്ന് കുടിക്കാൻ ചേച്ചി, അപ്പോൾ കുറേ എന്ന് പറഞ്ഞു. ഏതായാലും ഉപ്പിട്ട് കുടിച്ചു. കൃപാസനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു, ചേച്ചിയും മുട്ടുകുത്തി ഈശോയുടെ അടുത്ത് ഒത്തിരി പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് ഒത്തിരി പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ നിറയെ കൊന്ത ചൊല്ലിയിട്ട് ഫുൾ നേരം കൊന്ത ചൊല്ലിയിട്ടാണ് ഇവിടെ വന്നത്. എനിക്കും കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു, ചേച്ചിക്ക് ക്ഷീണം ഉണ്ടാവുമോ, ചേച്ചിക്ക് ഒരു ക്ഷീണം ഒന്നും പറഞ്ഞില്ല. അതായത് ഇവിടെ എത്തി. പിന്നെ ഞങ്ങൾ ബുധനാഴ്ച ഹോസ്പിറ്റലിൽ ചെന്നു. വ്യാഴാഴ്ചയായിരുന്നു ഓപ്പറേഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ബുധനാഴ്ച ഹോസ്പിറ്റലിൽ ചെന്നു. ആ ഓപ്പറേഷന് കയറ്റി അവർ നമ്മളോട് ആസ്റ്ററിൽ നിന്ന് അപ്പം നമ്മളെ ഇൻറ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ഒന്നും കാണില്ലല്ലോ, അവിടെ ഒരു പൊറ്റ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. മാതാവ് ചെയ്ത ഈ അത്ഭുതം എത്രയോ വലിയൊരു അത്ഭുതമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു സന്തോഷം. ഇങ്ങനെ ഈ ഒരു ഹോസ്പിറ്റലൊക്കെ ചെന്ന് ആ ഒരു അന്തരീക്ഷത്തിൽ ചെന്ന് എല്ലാം പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നു. ഓൾ ഓഫ് എ സഡൻ ഭയങ്കര ഗ്ലാഡായിട്ടുള്ള ഒരു സന്തോഷമുള്ളൊരു വാർത്ത അറിയുന്നു. അപ്പം ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണെന്നുള്ളത് നമുക്കൊത്തിരി അറിയാവുന്ന കാര്യമാണ്. അത് നമ്മളെ കൂടുതലും തമ്പുരാനിലേക്ക് അടുപ്പിക്കാനും ഒക്കെയുള്ളൊരു ടൂള്. ആൻറ്റി മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള ഒത്തിരി ആൾക്കാർക്ക് ഇത് വിശ്വാസത്തിന് കാരണമായി, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഒന്നും കൂടെ ആഴപ്പെടാനുള്ള കാരണമായി. ഇന്ന് ഇത് അനേകർക്ക് വിശ്വാസത്തിന് കാരണമാകും. കാര്യം നിങ്ങളുടെ ഈ ഒരു സാക്ഷ്യപ്പെടുത്തൽ കേൾക്കുന്ന ഒത്തിരി പേർക്ക് നല്ല 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 അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ വന്നതിനും ഞങ്ങളുടെ കൂടെ ഈ ഒരു സമയം മുഴുവൻ സ്പെൻഡ് ചെയ്തതിനും ഇതെല്ലാം ഷെയർ ചെയ്തതിനും ഒത്തിരി നന്ദി. താങ്ക് യു. ഒരന്ധൻ ഈശോയുടെ അടുത്ത് ചെന്നപ്പം ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, ഇവൻ അന്ധനായി തീർന്നത് ഇവന്റെ പാപനിമിത്തമാണോ അതോ ഇവന്റെ പൂർവികരുടെ പാപനിമിത്തമാണോ എന്ന്. അപ്പോൾ ഈശോ പറയുന്ന ഒരു വാചകമുണ്ട്, ഇത് രണ്ടുമല്ല, ഇത് ദൈവ മഹത്വത്തിന് വേണ്ടിയാണെന്ന്. ദൂരെ എങ്ങോ മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല, വിളിച്ച വെളിപ്പുറത്തുള്ളവനാണ്. യെസ്, ഇറ്റ്സ് ഗോഡ്. ദൈവമഹത്വത്തിന്റെ പ്രഘോഷണങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്നു. ഇറ്റ്സ് ഗോഡിന്റെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.